അരുൺ വാങ്ങിച്ചാണ് കേട്ടാ. വാനില ഉണ്ട്. ഇതെന്താ അരുൺ? പൈനാപ്പിൾ കേക്ക്. ഹാപ്പി 34. എന്ത്? അപ്പോൾ എല്ലാവർക്കും ഏപ്രിൽ 10 എൻ്റെ പിറന്നാൾ ദിന ആശംസകൾ ഞാൻ എല്ലാവർക്കും നിങ്ങൾക്കും നേരുന്നു. സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ ജീവിതമാണ് ഞാൻ കാണിക്കാൻ പോണേ. ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ചിക്കനെ പൊരിക്കാനായിട്ട് ഇടുകയാണ്. അപ്പോൾ ഇനി ഇത്രയും കൂടി പൊരിക്കണം. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇതുകൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇത് അവിടെ കിടന്ന് പൊരിയട്ടെ. ഇനിയുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ, ഞാൻ തന്നെ പിറന്നാൾ വുമൺ തന്നെ പിറന്നാളിൻ്റെ സദ്യ എടുക്കുക. ചിക്കൻ ഫ്രൈഡ് റൈസാണ്. ഇതിൽ ചിക്കൻ, എഗ്ഗ്, സ്പ്രിങ് ഓണിയൻ, സിംലാമിർച്ചി, ക്യാബേജ് എല്ലാം സെപ്പറേറ്റായിട്ട് വഴറ്റിയിടണം. ഇനി അവസാനം കുറച്ച് കൊത്തമല്ലിയും കൂടി ഇടാം. അപ്പോൾ അതിട്ട് സെറ്റാക്കിയിട്ട് ഇത് ചൂടാക്കി എടുക്കുക. അതിൽ സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ് ഇനി ആ സമയമാകുമ്പോൾ കൂടി ചൂടാക്കണം. ഓക്കെ, ഇത് തന്നെ ഇവിടെ കിടന്ന് തിളക്കട്ടെ, വറവാവട്ടെ. പിന്നെ ഇത് നോക്ക്, ഇത് സല്ലാസ്. അപ്പോൾ ഹോട്ടലുകളൊക്കെ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തുറന്ന് വരുന്നുള്ളൂ, ഗ്യാസൊക്കെ കിട്ടി. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മടുത്ത് ഹോട്ടൽ ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ. അത് കാരണം ഞാൻ പറയുകയെ ഹോട്ടലൊന്നും വേണ്ട, നമുക്ക് വേണമെങ്കിൽ പുറത്തൊന്ന് വെറുതെ കറങ്ങിയിട്ട് വരാം. ഇപ്പോൾ ഇവിടെ നോക്ക്, നല്ല ചൂടാണ് കേട്ടോ, നല്ല ചൂടാണ്. എൻ്റെ ഒരു കറുത്ത മണിപ്ലാന്റ് വെച്ചിട്ടുണ്ട്. അവന് ഇത്തിരി ബുദ്ധിമുട്ടാണ് വളരാനായിട്ട്. എനിക്ക് എഗ്ഗിൻ്റെ തോട് ഞാൻ കളയില്ല, അതിങ്ങനെ പിടിച്ച് പൊടിച്ചിട്ട് ചെടിച്ചട്ടിയിലിടുക നല്ലതാണ്. ഒന്നും കളയരുത് ചുരുക്കം പറഞ്ഞു. ഈ അടുത്ത വിശേഷങ്ങൾ നമുക്ക് പിന്നെ കാണാം. തൽക്കാലം ഞാനിതൊന്ന് അവസാനിപ്പിക്കട്ടെ. ഇത് നോക്കട്ടെ കേട്ടോ, അത് മറിച്ച് കളയാണ്. ഒന്ന് മറിച്ചിട്ട് നോക്കാം. നീ മാത്രം എന്നോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ല. എന്നാൽ എനിക്ക് പാപ്പ പേടിക്കണ്ട, കഴിച്ചോ, പേടിയില്ല. ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പോവാണ്. ഓ, ഒരു സെക്കൻഡ്, എല്ലാമേ വെച്ച് കൊടുക്കാൻ പോവാണ്. കൊത്തി കഴിച്ചോ കേട്ടോ നീ. ചേച്ചിയുടെ അതെടുത്ത് ഇനി ഒരെണ്ണം കൂടി വെച്ച് തരാം ഞാൻ. ഇത്ര പണിപ്പെട്ട് കയ്യിൽ നിന്ന് എടുത്തൂടെ നിനക്ക്? കയ്യിൽ നിന്ന് എടുക്കടാ. ഞാൻ അവിടെ വെച്ച് കഴിച്ചോട്ടോ. അപ്പോൾ എന്നോട് ഹാപ്പി ബർത്ത്ഡേ പറ. എല്ലാവരും കൊണ്ടും നിർബന്ധിച്ച് പറയിപ്പിക്കണം. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറ. അപ്പോൾ വേറൊരാൾ നീ എന്നോട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ. ഇത് നിനക്ക് വേണം തോന്നും. അപ്പോൾ ഇതെനിക്ക് അവന് കൊടുക്കണ്ടേ? കഴിച്ചു. എല്ലാവർക്കും ഫീഡ് ചെയ്ത് ഞാൻ ഉമ്മിയാവും. അപ്പോൾ എൻ്റെ അമ്മ കഴിച്ചോ ഒന്ന്.
ആ കഴിക്ക്. അപ്പോൾ അവസാനത്തെ ഫ്ലാക്സും കൂടി ഇടണം. ഇത് വറുത്തിട്ടുണ്ട്. ആദ്യം ഇട്ട് ഇങ്ങനത്തെ ഇടുമ്പോൾ ഇത്തിരി സൂക്ഷിക്കണം. ഈ കരളുണ്ടല്ലോ അത് പിന്നെ പൊട്ടിത്തെറിക്കും. അതുകാരണം കുറച്ച് ദൂരെ മാറി വെക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ കേട്ടോ. വേണ്ട, പൊട്ടിത്തെറിക്കുന്നുണ്ട്. കാക്ക അവളെ വിളിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവർക്കും കേക്ക് ചോക്ലേറ്റ് കൊടുക്കുകയാണ്. ഡാഡ് ഹാപ്പി ബർത്ത്ഡേ. എന്ത് ചേച്ചിക്ക് ഒരെണ്ണം കൂടി എടുത്താട് അവന് പൊളിച്ചു കൊടുത്തോളൂ. ചേച്ചി ചേട്ടാ അത് പീച്ചു. അത് ചേട്ടായിടെ ദീപം. ചേട്ടായി ഹാപ്പി ബർത്ത്ഡേ. അവന് കൊടുത്തില്ലേ? എന്ത് ഒരെണ്ണം അങ്ങനെ തന്നെ കൊടുത്തോ? ഒതിയനാ ഞാൻ പകുതിയാക്കി കൊടുക്കുന്നത്. ചേച്ചി എനിക്ക് തന്നതല്ലേ? തന്നതാണോ? ബർത്ത്ഡേക്ക് തന്നതല്ലേ? ഇനി വേണോ? ഒരു കഷ്ണം എടുത്തേടാ. നിനക്ക് തന്നതല്ലേ? എനിക്ക് പുറത്ത് കണ്ടു കഴിഞ്ഞാൽ യാതൊരു വക ഇഷ്ടമില്ല. ചേട്ടായി എന്നെടുത്ത് അടിക്കുന്നു വെച്ചിട്ടാണ് നോക്കുന്നത്. ആ എന്നാട്ടാ ഇത് ലാസ്റ്റ് കഴിച്ചാട്ടാ. കാല് മാറ്റിയേ.